എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. സെയിം ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് സ്ലാപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് വർക്കായില്ല, നമുക്ക് രണ്ടാമത്തേത് ട്രൈ ചെയ്യാം. രണ്ടാമത്തെ പാളിപ്പോയി. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൂന്നാമത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സെൻട്രലായിട്ട്. ഗൈസ് വീണ്ടും പൊട്ടി. ഗൈസ് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, തീർന്ന്. അങ്ങനെ ക്ഷമ സഹിക്കാൻ പറ്റാതെ ഞാൻ അതായത് നെയിം സ്ലിപ്പ് വെച്ച് കവർ ചെയ്താന്ന് വരുത്തി. അത്രയും വെച്ച് നെയിം സ്ലിപ്പ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരു നല്ല സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. ഞാൻ മഞ്ഞളിലാണ് എടുത്തത്. മഞ്ഞളെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കറക്റ്റാണോ നോക്കാം. കറക്റ്റാണ് ഗൈസ്. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് ഒരു പ്രശ്നമുണ്ട്, ഇത് രണ്ടും വേറെ വേറെ സൈഡായിപ്പോയി. അതുകൊണ്ട് ഇത് പകുതി ഭാഗം വെച്ചിട്ട് ഇപ്പുറത്തും പകുതി ഭാഗം വെച്ചിട്ട് ഒട്ടിക്കാം. അതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ പകുതി ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് കൂട്ടി മുട്ടിക്കട്ടെ. ഓക്കെ 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 ഇപ്പോൾ സെറ്റായി. നോട്ട് പാഡിൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. യെസ് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല യൂസ്ഫുള്ളാണ്. ഇത് കഴിഞ്ഞാൽ അകത്തുള്ളതൊക്കെ എടുക്കാം. ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ പെൻസിൽ വെച്ചിട്ടാണ്. ബ്ലൂ പെന്ന് വെച്ച് തന്നെ വരയിട്ട് കൊടുക്കാം. കൂടുതലും ഡെക്കറേഷൻസൊക്കെ ചെയ്യുമ്പോൾ പാളിപ്പോവാറാണ്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലാകാൻ പരിശ്രമം. ഈ ഒരു ലെവലിലാണ് എടുത്തേക്കുന്നത് ഡബിൾ സൈഡ്. ഇത് എന്തെങ്കിലും ഫ്രെയിമോ, ഞാനിപ്പോൾ ഇതൊരു സാൻഡ്രിയ ടീമിലാണ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ഒട്ടിക്കാം.